ചില ഹദീസിൻ്റെയും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്ന ചില ഉദ്ധരണികളും എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ കാണുമെന്നാണ്. ചില അടയാളങ്ങൾ കാണും. അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് കിതാബുകൾ കാണാം. അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ശരീരം കാണിച്ചു തരുന്ന ചില അടയാളത്തിൽപ്പെട്ടതാണ് സദാസമയം ഉറക്കം വരിക എന്നുള്ളത്. സദാസമയം ഉറക്കം വരിക, ഉറങ്ങി 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 മതിയാവാത്തൊരവസ്ഥ വരും. അതെന്താണ്? മരണത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. എല്ലാവർക്കും ഇത് തന്നെ വരും അങ്ങനെയൊന്നുമില്ല. പല ആളുകൾക്കും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നേക്കാം. അപ്പോൾ ചില ആളുകൾ ചില അസുഖം വന്ന് അല്ലെങ്കിൽ ചില ഗുളികകൾ കഴിച്ചിട്ടെങ്കിൽ ഭയങ്കര ക്ഷീണം, അത് മരണത്തിൻ്റെ അല്ല കേട്ടോ, ഒന്നല്ല. ചില അടയാളങ്ങൾ ചില ആളുകൾക്ക് കാണുന്ന അടയാളത്തിൽപ്പെട്ടതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, അതായത് ഈ ഉറക്കം ഇങ്ങനെ അധികരിക്കുന്ന ഒരവസ്ഥ, ഉറക്കം അധികരിക്കുന്ന അവസ്ഥ. അപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു, കാരണം എനിക്ക് കറക്റ്റ് ഉറക്കമാണ്, എനിക്ക് എപ്പോഴും ഉറക്കം എന്ന ഒരു അവസ്ഥയൊന്നുമില്ല. മറ്റു ചില ആളുകൾ പറയും, ഉസ്താദേ എനിക്ക് തീരെ ഉറക്കമില്ല, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടില്ലേ, എപ്പോഴും ഉറക്കമുള്ള ആളുകളെല്ലാം മരിക്കും, എനിക്ക് തീരെ ഉറക്കമില്ല. പോവല്ലേ, അങ്ങനെ അത് പറഞ്ഞ് പോവല്ലേ. കാരണം മറ്റൊരു അടയാളം കൂടിയുണ്ട്. എന്തെന്നറിയോ? ചില ആളുകൾക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ നോർമലായിരിക്കും, അയാൾക്ക് കണ്ണിങ്ങനെ തുറന്നു പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ്. കണ്ണിലെപ്പോഴും വെള്ളം നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാഴ്ചയും അയാളുടെ കേൾവിയും കുറഞ്ഞു, കാഴ്ച കുറയുന്നു, കേൾവി കുറയുന്നു. ഒരു കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്നൊരു കാഴ്ച കുറയുന്നു, ഒരു മങ്ങൽ വരുന്നു, അതുപോലെ തന്നെ കേൾവി കുറയുന്നു. ചിലപ്പോൾ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് വരും, അതല്ല ഈ പറയുന്നത്. മൊത്തത്തിൽ ഒരു മരുന്നും കഴിക്കുന്നില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു കാഴ്ച ഇങ്ങനെ മങ്ങുന്നു, കേൾവി ശക്തി കുറയുന്നു. അതും എന്താണ്? ഒരു മരണത്തിൻ്റെ അവസ്ഥയാകും. പ്രായം കൂടുതലാകുമ്പോൾ കാഴ്ച കുറയും, കേൾവി കുറയും. അതുമല്ല ഈ പറയുന്നത്. ഒരു ആരോഗ്യമുള്ള ആൾക്ക് പെട്ടെന്ന് കാഴ്ച കുറയുന്നു, പെട്ടെന്ന് കേൾവി കുറയുന്നു. അതാണ് നമുക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു അടയാളമാണ്. മൂന്നാമത്തെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് നമുക്ക് ഭക്ഷണത്തോടുള്ള മടുപ്പ്, ഒരു ഭക്ഷണവും കഴിക്കാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക, വയറ് സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവുക. അതും എന്താണ്? ഇതുപോലെ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ശരീരം കാണിച്ചു തരുന്ന ചില അടയാളങ്ങളാണ്. പിന്നെയോ മറ്റൊന്നാണ് മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുക. ഒരു കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് മാനസികമായി ഭയങ്കര പ്രയാസം ഉണ്ടാവുക, ഭയങ്കര ടെൻഷൻ വരേണ്ട ഒരു കാര്യമില്ല. കച്ചവടത്തിനൊന്നും ഒരു കുഴപ്പമില്ല, കുടുംബത്തിനൊരു പ്രശ്നം, പക്ഷെ പെട്ടെന്നൊരു ടെൻഷൻ കയറുക. അതുപോലെ തന്നെ വെറുതെ സംസാരിക്കുക, ആരും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ സംസാരിക്കുക, ആരുമൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുക. അങ്ങനെ ചില ആളുകൾക്കുണ്ട്, ആരും എൻ്റെ കൂടെ ഉണ്ട്, എന്നിട്ട് അയാളോട് സംസാരിക്കുന്നത് പോലെ. അങ്ങനെയുള്ള ചില അവസ്ഥകൾ, അതൊക്കെ എന്താണ്? ചില ആളുകൾ, ഇതെല്ലാവർക്കും ഇത് തന്നെ വരണമെന്നില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഇത് കണ്ടിട്ടേ മരിക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ അതെന്താണ്? ഒരു മരണത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു കാര്യമാണ്, മരിച്ച ആളുകൾ ഇവനോട് വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്നൊക്കെ പറയുക. സ്വപ്നവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കിതാബുകളിൽ കാണാം, മരിച്ച ആളുകൾ സ്വപ്നത്തിൽ വന്നിട്ട് നമുക്ക് പോകാം, നമുക്ക് ഒരു യാത്ര പോവാം, അല്ലെങ്കിൽ നമ്മളെയും കൂട്ടിയിട്ട് അയാൾ വിജനമായ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതെന്താണ്? മരണത്തിൻ്റെ ഒരു ലക്ഷണമാണ്.